അവർക്കവൻ രാജകുമാരനാണ്. രാജാവ് പെലെയും. കിങ്ങായി പെലെ, പ്രിൻസായി നെയ്മർ ജൂനിയർ. അങ്ങനെയാണ് സാൻഡോസ് ആരാധകർ ഈ താരങ്ങളെ കാണുന്നത്. സാൻഡോസിനെ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുപോയത് പെലെയായിരുന്നു. കോപ്പ ലിബർട്ടഡോറസിൽ അതിനുശേഷം മുത്തമിടുന്നത് നെയ്മർ ജൂനിയറുടെ കാലഘട്ടത്തിലാണ്. അവിടെ നിന്ന് അവൻ വളർന്ന് പിന്നെ യൂറോപ്പിലേക്ക് പോയി. അതിനുശേഷം സൗദി അറേബ്യ വഴി ഒടുവിൽ തിരികെ സാൻഡോസിലെത്തിയ ഈ ഘട്ടത്തിൽ ടീം റെലഗേഷനിലേക്ക് വീണു പോകുന്ന ഒരു സന്ദർഭം മറ്റൊന്നും നോക്കുന്നില്ല. അവൻ നേരെ തൻ്റെ പരിക്കും മറ്റ് കാര്യങ്ങളുമൊക്കെ മറന്നുകൊണ്ട് കളിക്കളത്തിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. പിന്നെ ഒരു മാന്ത്രിക പ്രകടനമാണ്. നെയ്മർ ജൂനിയർക്ക് പരിക്ക് സ്ഥിരീകരിച്ച് ഈ വർഷം ഇനി കളിക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ കാർട്ടിലേജ് ഇഷ്യൂ ഒക്കെ അവിടെയുണ്ട്. അതൊക്കെ മറികടന്നുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് കളിക്കണം, എനിക്ക് കളിച്ചേ പറ്റൂ. 17ാം സ്ഥാനത്തായിരുന്നു ആ ഒരു ഘട്ടത്തിൽ സാൻഡോസ് ഉണ്ടായിരുന്നത്. ബ്രസീലിയറോ സീരിയയിൽ നിന്ന് റെലഗേറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ. അങ്ങനെ തന്നെ താനാക്കിയ ക്ലബ്ബ് താഴ്ന്നു പോകുന്നത്, മുങ്ങിപ്പോകുന്നത് കണ്ടു നിൽക്കാൻ നെയ്മർ ജൂനിയർക്കാവുമായിരുന്നില്ല. ഇതൊരു സ്പെഷ്യൽ ലവ് സ്റ്റോറിയാണ്. തൻ്റെ വേദനയെല്ലാം മറന്നുകൊണ്ട്, തൻ്റെ പരിക്കിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അയാളങ്ങ് കളിക്കളത്തിലേക്ക് ഇറങ്ങുകയും ടീമിനെ വിജയപഥത്തിലേക്ക് കൊണ്ടുപോവുകയും ആ റെലഗേഷൻ സോണിൽ നിന്ന് പിടിച്ചുയർത്തി ഇപ്പോൾ 14ാം സ്ഥാനത്തേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കളി കൂടി ബാക്കിയുണ്ട്. ആ കളിയിലും പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയാൽ സാൻഡോസിന് മുന്നോട്ട് പോകാൻ പറ്റും. അടുത്ത സീസണിലും സീരിയെ കളിക്കാൻ പറ്റും. ഇപ്പോൾ നോക്കുക, അവസാനമായി കളിച്ച 3 മത്സരങ്ങളിൽ നിന്ന് മിറാസോളിനെതിരെ നെയ്മറുടെ വക ഗോളുണ്ടായിരുന്നു. അന്ന് 1-1 സമനിലയായിരുന്നു. സ്പോർട്ടിനെതിരെ 3-0 സാൻഡോസ് വിജയിക്കുമ്പോൾ നെയ്മറുടെ വക ഗോളും അസിസ്റ്റും ഉണ്ടായിരുന്നു. ഇന്ന് യുവൻറ്റോസക്കെതിരെ ഹാട്രിക്ക് തന്നെ നെയ്മർ അങ്ങ് കുറിച്ചു. അതായത് കഴിഞ്ഞ കളികളിൽ നിന്ന് 3 കളികളിൽ നിന്ന് 5 ഗോളും 1 അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. കഴിഞ്ഞ 4 കളികളായിട്ട് അവർ പരാജയപ്പെടുന്നില്ല. 4 മത്സരങ്ങൾ 5 ഗോൾ 1 അസിസ്റ്റുമായിട്ട് നെയ്മർ, 3 വിജയങ്ങൾ 1 സമനില എന്ന് പറയുമ്പോൾ നെയ്മർ ജൂനിയർ നിശ്ചയിച്ചുറപ്പിച്ചതാണ് ഈ ടീമിനെ അങ്ങനെ മുങ്ങാൻ താൻ അനുവദിക്കില്ല എന്ന്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ ലവ് സ്റ്റോറിയാണ്. നെയ്മർ ജൂനിയർക്ക് സാൻഡോസ് എന്ന ക്ലബ്ബ് വെറുമൊരു ക്ലബ്ബല്ല, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അലിഞ്ഞ ക്ലബ്ബാണ്, അദ്ദേഹത്തിൻ്റെ എല്ലാമായ ക്ലബ്ബാണ്. അതുകൊണ്ട് തന്നെ ഏതു പരിക്കിനെയും അവൻ മറക്കും ഈ ടീമിൻ്റെ വിജയത്തിനായിട്ട്. എ സ്പെഷ്യൽ ലവ് സ്റ്റോറി.